ഇന്നലത്തെ പൂക്കളത്തിൻ്റെ കോലം നോക്കി ആകെ മഴയൊക്കെ പെയ്തിട്ട് പൂക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്നി ചിതറി കിടക്കുക. ഞാനിത് നോക്കി നിൽക്കുമ്പോഴേക്കും അമ്മ പാലൊക്കെ വാങ്ങി വന്ന് അടിച്ചു വാരൽ തുടങ്ങിയിട്ടോ. നമുക്ക് രാവിലെ ഇത് മാത്രമല്ലല്ലോ പണി, വേറെ എന്തോരം പണി നടക്കുന്നുണ്ട്. ഇപ്പോൾ പൂക്കളും കൂടി ഇടാനുള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നേരത്തെ എഴുന്നേക്കേണ്ടതായി. പിന്നെ ചാണകമൊക്കെ എടുത്ത് നല്ലോണം ഒന്ന് അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നല്ലോണം ചാണകമൊക്കെ തെളിക്കണം. അമ്മ വേഗം തെളിക്കുകയാണ്, കാരണം ഇത് മാത്രമല്ല ഇനി ഫുഡ് ഉണ്ടാക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്കൊക്കെ ഒന്ന് തുടച്ച് വിളക്കൊക്കെ കത്തിക്കൽ കഴിഞ്ഞ് നമ്മൾ പൂ പറിക്കാനായിട്ട് പോയിട്ടോ. അപ്പോൾ മുക്കുറ്റി പറിച്ചെടുക്കുകയാണ്. ഇതിൽ മുക്കുറ്റി ഏതാ, ഇല ഏതാ, പൂവ് ഏതാന്ന് അറിയാത്ത അവസ്ഥയാണ്. കാരണം മൊത്തം കാട് പിടിച്ചെടുക്കുകയാണ് പറമ്പൊക്കെ. നമ്മുടെ പറമ്പല്ല കേട്ടോ, വേറെ ആൾക്കാരുടെ പറമ്പാണ്. പിന്നെ നമ്മൾ പറിക്കുന്നത് ഇന്ന് 5 കളർ ഇടണമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചീരയിലാന്നോ അങ്ങനെ എന്തൊക്കെയൊക്കെയോ പറയും, ഈ ഇലയാണ് ഇന്ന് പറിക്കുന്നത്. പിന്നെ ഇന്നലത്തെ പൂക്കളൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ആ ചാണകം തന്നെ ഒന്ന് എടുത്ത് മെഴുകിയിട്ട് പിന്നെ പുതിയ ചാണകം കൂടി മെഴുകി നല്ലോണം ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കിയതിന് ശേഷം നടുക്ക് നമ്മൾ ചാണകം വെച്ച് കൊടുക്കുകയാണ്, സെൻറ്ററിൽ ആ മുക്കുറ്റി വെക്കാനുള്ളതിൽ. എന്നിട്ട് മുക്കുറ്റി ഇതും വെച്ച് കൊടുത്ത് പാകത്തിന് പൂവ് വെച്ച് ഇന്ന് 5ാമത്തെ ദിവസം 5 കളർ ഇടണമല്ലോ. നമ്മൾ ആ ചീരയാണ് 5ാമത്തെ കളറായിട്ട് സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ഐറ്റം. അങ്ങനെ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ അപ്പപ്പാണ് നേരാക്കുന്നത്. ചെമ്പരത്തി നമ്മൾ തലേ ദിവസം തന്നെ മുട്ടൊക്കെ പറിച്ച് വെക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ നമുക്ക് അത്രയും സമയം കിട്ടില്ല. ഇത്രയും പൂക്കളൊക്കെ ഇട്ട് വന്ന് അടിച്ചുവാരലും വെറുക്കലൊക്കെ കഴിയുമ്പോൾ എന്തോ ഒരു സമയമാവും. അങ്ങനെ ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ ഫൈനൽ പൂക്കളം വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പേജിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.